കല്ലടയാറ്റിൽ മുങ്ങിത്താഴ്ന്ന യുവതിയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ സുരേഷാണ് ഇപ്പോൾ നാട്ടിലെ താരം. ഓടനാവട്ടം സ്വദേശിയായ യുവതിയെയാണ് സുരേഷ് നിലയില്ല കയത്തിൽ നിന്നും രക്ഷിച്ചത്. സ്വയരക്ഷ പോലും നോക്കാതെ കുത്തിയൊഴുകുന്ന കല്ലടയാറ്റിലേക്ക് ഒരു കൈയിൽ കയറുമായി സുരേഷ് നീന്തിയെത്തിയപ്പോൾ രക്ഷാപ്രവർത്തനം മാത്രമായിരുന്നില്ല ലക്ഷ്യം. യുവതി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊട്ടാരക്കരയിൽ നിന്നും എസ് വിനീഷിന്റെ റിപ്പോർട്ട് കാണാം. എല്ലാവരും നീന്തൽ പഠിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നടന്ന ഒരു സംഭവം. നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ ഞാങ്കടവിലാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഞാങ്കടവിൽ കല്ലടയാറ്റിൽ ഒരു യുവതി കാൽവഴുതി വീണത്. യുവതിയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ ആളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. പ്രദേശവാസിയാണ്. നമുക്ക് ചോദിച്ചറിയാം എന്തായിരുന്നു സംഭവിച്ചത്. ചേട്ടാ, ശരിക്കും എന്തായിരുന്നു സംഭവിച്ചത്? രാവിലെ ഒരു 7 മണിയോളം സമയമായി. ഇപ്പോൾ ഈ പെൺകുട്ടി ഒരു വണ്ടിയിൽ 2 വീലറിൽ അവിടെ വന്ന് പാലത്തിൻ്റെ നടുക്ക് വന്നിട്ട്, ഞാൻ അന്നേരം കാണുന്നില്ല, ഞാൻ ഉറങ്ങിക്കിടക്കുമായിരുന്നു. അപ്പം ആറ്റിച്ചാടി എന്നാണ് അന്നേരം ഞാൻ അറിയുന്നത്. അപ്പോൾ അറിയുന്നത് എൻ്റെ ഭാര്യയാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് പാലത്തെ കൂടെ വഴിയാത്രക്കാരുണ്ടായിരുന്നു. അവരവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. അപ്പം വഴിയെ വന്ന ഈ പ്രദേശക്കാരായ ഒരു പയ്യൻ, വിഷ്ണുലാൽ എന്നാണ് പേര്, അദ്ദേഹം ശാസ്താംകോട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവരെ കൊണ്ടാക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ പുള്ളിയെ തടഞ്ഞു നിർത്തി ഇവിടെ ആരോ ചാടിയെന്ന് പറഞ്ഞു. പുള്ളി പാലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി മുങ്ങിത്താഴുന്നതാണ് കാണുന്നത്. അപ്പോൾ പുള്ളി പെട്ടെന്ന് തന്നെ ഭാര്യയെ പാലത്തിൻ്റെ നടുക്കിറക്കി നിർത്തിയിട്ട് വണ്ടിയുമായിട്ട് തിരിച്ച് ഈ താഴെപ്പുറത്ത്, പാലത്തിന് താഴെപ്പുറത്ത് ഐവറിയാല സൈഡിൽ വന്നിട്ട് വണ്ടി അവിടെ വെച്ചിട്ട് പുള്ളി ചെരുപ്പൊക്കെ ഊരിയിട്ട് പിന്നെ മുന്നും പിന്നും നോക്കിയില്ല. പുള്ളി വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ചൊന്നും ശ്രദ്ധിക്കാതെ പുള്ളിയെടുത്ത് ആറ്റിച്ചാടുകയാണ് ചെയ്തത്. ആറ്റിച്ചാടി നീന്തി ഈ പെൺകുട്ടിയെ പിടിച്ച് കരയ്ക്ക് കയറ്റാൻ പരിശ്രമിച്ചെങ്കിലും നടന്നില്ല. കാരണം പുള്ളിയുടെ ദേഹത്ത് പാൻസും ഷർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നീന്താൻ ഭയങ്കര പ്രയാസമാണ് നനഞ്ഞു കഴിയുമ്പം. പിന്നെ ഈ പെൺകുട്ടി ഇദ്ദേഹത്തെ കയറി പിടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ പിടിക്കാൻ ശ്രമിച്ചാൽ ഈ വെള്ളത്തിൽ നമുക്ക് താന്നു പോകും. ഈ പെൺകുട്ടിയോടൊപ്പം രക്ഷപ്പെടുത്താൻ ചെല്ലുന്ന ആളും അതൊരു വലിയൊരു അപകടത്തിലേക്ക് വഴി എത്തിയാണ്. എന്തായാലും പുള്ളി പരിശ്രമിച്ചിട്ട് നടക്കാഞ്ഞിട്ട് പിന്നെ ക്ഷീണിച്ച് അവശനായി തിരിച്ച് നീന്തി കരയ്ക്ക് കയറി. അപ്പോൾ അപ്പോഴത്തേക്ക് ഇവിടുത്തെ ബഹളമൊക്കെ കേട്ട് എൻ്റെ ഭാര്യ എന്നെ വിളിച്ചുണർത്തി, ഇവിടെ ആരും ആറ്റിച്ചാടി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടി വന്നു. അപ്പം ഈ പെൺകുട്ടി അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഏതാണ്ട് ഒരു ഈ ചാടിയ ഭാഗത്തുനിന്ന് ഒരു 150-75 മീറ്ററോളം താഴോട്ട് മാറിക്കഴിഞ്ഞിരുന്നു. ഞാൻ പെട്ടെന്ന് ഭാര്യയോട് കയറെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അവർ കയറെടുത്തുകൊണ്ട് വന്നു. ഞാൻ ആ കയറുമായിട്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഈ പെൺകുട്ടി നമ്മളെയും കയറി പിടിച്ചാലോ എന്നുള്ളൊരു ഭയം. ഇപ്പം രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായം, പിന്നെ നല്ല ഉറക്കത്തിൽ നിന്നാണ് ഞാൻ എണ്ണിച്ച് വന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 10-20 വർഷമായിട്ട് ഞാൻ നാട്ടിൽ ഇറങ്ങാറില്ലായിരുന്നു. നല്ലപോലെ നീന്തും പരിചയവും ഇവിടുത്തെ ഒട്ടുമിക്ക കാര്യങ്ങളിലൊക്കെ മുങ്ങി ശീലമുള്ള ഒരാളാണ്. എങ്കിൽ പോലും നമ്മൾ വർഷങ്ങളായിട്ട് വെള്ളത്തിൽ ഇറങ്ങാത്തതുകൊണ്ട് ഒരു നമുക്കൊരു പ്രാക്ടീസ് കുറവുണ്ട് എന്നുള്ളൊരു തോന്നലും പേടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. കയറുമായിട്ട് ഞാൻ എടുത്ത് വെള്ളത്തിൽ ചാടി അങ്ങ് അടുത്ത് എന്നിട്ട് അപ്പോഴത്തേക്ക് അതിൻ്റെ മരണത്തെ മുഖാമുഖം കണ്ട് താന്നു പോകുന്ന അവസാന നിമിഷത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഞാൻ പെട്ടെന്ന് പിന്നെ കയർ അതിൻ്റെ കയ്യിലോട്ട് എറിഞ്ഞു പിടിപ്പിച്ചു. അടുത്ത് എന്നിട്ട് കയ്യിലോട്ട് ഞാൻ കൈ നീട്ടി കൊടുത്തില്ല, അല്ലാതെ എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. എറിഞ്ഞു കൊടുത്തപ്പോൾ അത് കയറി ആ വെപ്രാളത്തിന് കയർ കയറി പിടിച്ച് കയറി മുറുക്കി പിടിച്ചെന്ന് തോന്നിയപ്പോൾ ഞാൻ പുറകോട്ട് വലിച്ചുകൊണ്ട് നീന്തി. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കൂടി പിന്നെ ഈ നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ച വിഷ്ണുലാലും ഇവിടെ കയറിൻ്റെ അറ്റത്ത് പിടിച്ചു. അവിടെ നിന്നവരും കൂടെ പിടിച്ച് കരയ്ക്ക് അടുപ്പിച്ചു. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ വാർഡ് മെമ്പർ, തെക്കിഞ്ചേരിയിലെ വാർഡ് മെമ്പർ സന്തോഷ് കുമാർ, ഞങ്ങളുടെ വാർഡിലെ രതീഷ് കുമാർ, അവരെല്ലാവരും എത്തി. അപ്പോൾ അവർ ഇവിടെ തന്നെ ഒരു പാലിയേറ്റീവ് കെയർ സെൻ്റർ ഒരു ആംബുലൻസ് ഉണ്ട്, തണൽ എന്ന് പറഞ്ഞുകൊണ്ട്. ആ ആംബുലൻസ് ഈ ഞങ്ങളുടെ വാർഡ് മെമ്പർ തന്നെ ഡ്രൈവറില്ലായിരുന്നു. അദ്ദേഹം നേരിട്ട് വണ്ടി എടുത്തുകൊണ്ട് വന്ന് സ്ത്രീയെ വണ്ടിക്കകത്ത് കയറ്റി പുത്തൂർ MGM ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുകയാണ്. ഞങ്ങളുടെ പ്രദേശവാസികളെല്ലാം ആറ്റ് തീരത്ത് താമസിക്കുന്നതിൽ ചെറുപ്പക്കാരെല്ലാം ഒരുവിധം നല്ലപോലെ നീന്തുന്നവരും ആറുമായിട്ട് ബന്ധപ്പെട്ട് നല്ല താഴ്ചയും മുങ്ങുന്നവരും ഒക്കെയാണ്. പണ്ട് അങ്ങനെ ഒരു നീന്തൽ അന്ന് അറിയാമായിരുന്നു. ഇപ്പോഴുള്ളവർക്ക് അറിയത്തില്ല. പഴയ ആൾക്കാർക്കെല്ലാം നല്ലപോലെ നീന്തൽ അറിയാവുന്നവരായിരുന്നു. മാത്രമല്ല ആറുകൊണ്ട് പല രീതിയിൽ ജീവിക്കുന്നവരുമായിരുന്നു ഈ പ്രദേശവാസികൾ. ഇന്ന് ഈ ആറ്റിലെ വെള്ളപ്പൊക്കത്തിൽ തടി വരും, അത് തടി പിടിക്കാൻ പോകും. വെള്ളത്തിൽ തന്നെ അടിഞ്ഞു കൂടുന്ന തടി ഞങ്ങൾ പിന്നെ ഇളക്കിക്കൊണ്ട് വരാറുണ്ട്. മുങ്ങി അടുക്കി എന്നിട്ട് ഇളക്കിക്കൊണ്ട് വരാറുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ പല കാര്യങ്ങളൊക്കെ പണ്ടത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നവരാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്കൊരു ആവലാതി. പിന്നെ നമ്മളിങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് 10-20 വർഷത്തെ ആയിട്ട് പ്രാക്ടീസ് ഇല്ലാത്തതിൻ്റെ ഒരു അങ്കലായ്പ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും ഞാനതൊക്കെ അവഗണിച്ചുകൊണ്ടെടുത്ത് ചാടുകയാണ് ചെയ്തത്. സുരേഷ് കുമാറിൻ്റെ സമയോചിതമായ ഇടപെടലാണ് ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര.